പോവുകയാണ്. ഷിരൂരിൽ അർജുന്റെ ഇതെന്ന് കരുതുന്ന ലോറി, അർജുൻ സഞ്ചരിച്ചെന്ന് കരുതുന്ന ലോറി കണ്ടെത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എന്താണെങ്കിലും ഉയരം ഭാരമുള്ള ഒരു വസ്തു ആ മണ്ണിനടിയിലുണ്ട് എന്ന് CP3 ഉണ്ട് എന്നുള്ള വിവരമുണ്ടായിരുന്നു. അത് അർജുന്റെ ലോറിയാണ് എന്നുള്ള സംശയം നമുക്ക് കാണാൻ ദൃശ്യങ്ങളിൽ ലോറിയുടെ ക്യാബിനാണ് എന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ അത് ഷിരൂരിൽ അർജുന്റെ ലോറിയാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഷിരൂരിൽ ഏറെ നാളായുള്ള കാത്തിരിപ്പാണ്. അർജുന്റെ ലോറി കണ്ടെത്താനുള്ള ശ്രമം പൂർണ്ണമായും ചളുങ്ങിയ നിലയിലുള്ള ഒരു വാഹനത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് വ്യക്തമാണ്. ടയറുണ്ട്, ഒപ്പം തന്നെ ക്യാബിന്റെ ഭാഗമായി തന്നെ കണക്കാക്കുന്നു. ഷിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഡ്രഡ്ജർ ഉപയോഗിച്ച് ആ വാഹനത്തിന്റെ ഭാഗങ്ങൾ ഉയർത്താനുള്ള ശ്രമം നടക്കുകയാണ്. അത് അർജുൻ സഞ്ചരിച്ച, അർജുൻ ഉണ്ടായിരുന്ന ലോറിയാണോ എന്നുള്ളതാണ് ഇനി വ്യക്തത വരേണ്ടത്. ഷിരൂരിൽ ആ ഗംഗാവലി പുഴയിൽ നിന്ന് മറ്റൊരു വാഹനത്തിന്റെ ഭാഗം കൂടി, ഒരു ടാങ്കറും മറ്റൊന്ന് അർജുന്റെ ലോറിയും ആണ് അകപ്പെട്ടത് എന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ അത് അർജുന്റെ ലോറി തന്നെയാകാനുള്ള സാധ്യതയാണ് കണക്കാക്കേണ്ടത്. അർജുന്റെ ലോറിയാണ് എന്നുള്ള പ്രതീക്ഷ പുലർത്തുകയാണ് ഏവരും. എന്താണെങ്കിലും ഷിരൂരിൽ നിന്നുള്ള നിർണായക ദൃശ്യങ്ങളാണ്. ഒരു അവസാന ഘട്ടത്തിലേക്ക് ആ തെരച്ചിലെത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. എത്ര നാളുകളായുള്ള കാത്തിരിപ്പാണ്. 71 ദിവസത്തിലേക്ക് എത്തി ഷിരൂരിൽ അർജുനായുള്ള കാത്തിരിപ്പ്. KV ബൈജു ചേരുന്ന വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന്. ബൈജു, നമുക്ക് ലോറിയുടെ കമ്പാർട്ട്മെന്റ് കാണാം. അത് അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയാണോ? തീർച്ചയായും അത്തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇതിൽ സ്ഥിരീകരണം, ഔദ്യോഗികമായ സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു എന്ന നിർണായക വാർത്ത. ഏതായാലും നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ അത് അർജുന്റെ ലോറി എന്ന് നമുക്ക് സ്ഥിരീകരിക്കാം. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇനി വരേണ്ടതുകൊണ്ട് എന്തായാലും വെള്ള ഭാരത് ബെൻസ്, ആ ഭാരത് ബെൻസ് ആണ് ഇത്തരത്തിൽ ക്രെയിൻ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷ. കഴിഞ്ഞ കുറെ നാളുകളായി കാത്തിരുന്ന, 2 മാസത്തിലധികമായി കാത്തിരുന്ന ആ ദൗത്യം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു. മനാഫ് അവരെല്ലാം ഇതിനുൾപ്പെടെയുള്ളവരുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ഒരു കാത്തിരിപ്പ്. അത് ഒടുവിൽ അർജുന്റെ ലോറി, ആ ലോറി കണ്ടെത്തിയിരിക്കുന്നു എന്ന ഏറ്റവും സന്തോഷകരമായ വാർത്ത. ദൗത്യം അതിന്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോഴാണ് ലോറി കണ്ടെത്തുന്ന ആ മുഹൂർത്തം. എന്തായാലും വലിയ പ്രതീക്ഷ. ബൈജു, ഈ ലോറി ഉടമയോ അല്ലെങ്കിൽ ആരെങ്കിലും അത് സ്ഥിരീകരിക്കുന്നുണ്ടോ അത് നമ്മുടെ ലോറി തന്നെയാണോ എന്ന്? തീർച്ചയായും ആ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഏതായാലും നമ്മുടെ ലോറി തന്നെയാണത്. ഔദ്യോഗികമായി സതീഷ് സൈനോപ്പിള്ള എന്തായാലും നമ്മുടെ ലോറിയാണെന്ന് മനാഫ് സ്ഥിരീകരിച്ചിരിക്കുന്നു. അർജുന്റെ ലോറിയാണെന്ന് മനാഫ് സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്തായാലും ആ കാത്തിരിപ്പ്, മാസങ്ങളായുള്ള കാത്തിരിപ്പ്, അതിന് ഒരു അവസാനമായിരിക്കുന്നു. ഇനി ആ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നതാണ് കാണേണ്ടത്. എന്തായാലും നമ്മുടെ ലോറിയാണെന്ന് മനാഫ് അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഔദ്യോഗികമായി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഒരു സ്ഥിരീകരണം ഇനി വരേണ്ടതുണ്ട്. മനാഫ് അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. അർജുന്റെ ലോറി എന്ന്, അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്, നേരത്തെ വലിയ ലോഹഭാഗം കണ്ടെത്തിയ അതേ പോയിന്റ്, CP2 എന്ന് പറയുന്ന അതേ പോയിന്റിൽ നിന്നാണ് ഇപ്പോൾ ലോറി കണ്ടെത്തിയിരിക്കുന്നത്. മനാഫ് അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും കൂടി ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും ബൈജു, മനാഫ് ലോറി ഉടമ നമ്മുടെ ടെലിഫോൺ ലൈനിലുണ്ട്. മനാഫ്, അത് നമ്മുടെ ലോറി തന്നെയാണോ? അതെ, മനാഫിന്റെ ബ്രദറാണ്, അൽഫാണ്. നമ്മളെ വണ്ടി തന്നെയാണ്. നമ്മുടെ വണ്ടി അത് സ്ഥിരീകരിക്കാം. അതെ, അതിൽ അർജുൻ ഉണ്ടെന്നാണ് ഇപ്പൊ അവിടുന്ന് അവർ കാണിച്ച് പറഞ്ഞത്. ആണോ? അതെ. അവിടെ ആരാ അടുത്തുള്ളത്? മനാഫാണോ ഉള്ളത്? അതെ. ഈ ലോറി സ്ഥിരീകരിക്കാൻ എന്താണ് അത് കണ്ടപ്പോൾ വ്യക്തമായത്? സ്റ്റിക്കറും നിറവുമാണോ? അതെ, നമ്മളെ വണ്ടി തന്നെയാണ്. ഉറപ്പാണ് നമ്മുടെ ലോറിയാണെന്നതിൽ തർക്കമില്ല. അതെ, നമ്മുടെ വണ്ടിയാണ്. നമ്മുടെ വണ്ടി തന്നെയാണ്. അത് എന്താണ് ആ ക്യാബിന്റെ ഭാഗം മാത്രമാണോ കിട്ടിയിരിക്കുന്നത്? ആ ക്യാബിൻ ഫുൾ ഓടിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. കാരണം അതിൽ ഫുള്ളായിട്ട് അവർ പൊന്തിച്ചിട്ടില്ല. ഓക്കെ, ഫുൾ കാഴ്ചയില് ലോറിയുടെ ഏത് ഭാഗമാണ് പറയാം? റൈറ്റ്, അൽഫാദാണ് മനാഫ്, ലോറി ഉടമയുടെ സഹോദരനാണ്. ആ ലോറി അർജുൻ ഉണ്ടായിരുന്ന ലോറി തന്നെയാണ് സ്ഥിരീകരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വരുന്നുണ്ട്. അതിൽ ഒരു വ്യക്തതയില്ല എങ്കിൽ പോലും അർജുനായുള്ള നാളുകൾ നീണ്ട തിരച്ചിലും കാത്തിരിപ്പും ഒക്കെയായിരുന്നു. ഏറ്റവും ഒടുവിൽ ലോറിയുടെ ക്യാബിനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ആ ക്യാബിൻ കണ്ടെത്താൻ കഴിഞ്ഞു. ഗോവയിൽ എത്തിച്ച ഡ്രഡ്ജർ വഴിയുള്ള തെരച്ചിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലോറി അത് കണ്ടെത്തിയത്. മനാഫ്, ലോറി ഉടമയുടെ സഹോദരൻ ആണ് ഇപ്പോൾ സ്ഥിരീകരിച്ചത്. ലോറി അത് തങ്ങളുടെ തന്നെയാണ് എന്ന്, അർജുനുള്ള ലോറി തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചത്. ക്യാബിനുള്ളിൽ അർജുനുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. സ്ഥിരീകരിച്ചിട്ടില്ല.